സൈനിക പക്ഷേ ഈ നടന്മാരുടെ ശബ്ദാനുകരണം വളരെ കുറച്ചല്ലേ ചെയ്തിരുന്നത്? എന്റെ അടുത്തൊക്കെ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളുടെ സൗണ്ട് കേൾപ്പിച്ചിട്ടുണ്ട്. ഈവൻ ജയറാമിന്റെ സൗണ്ട് വരെ. അതിന് തന്നെ നീ എന്താ പറയാ, പണ്ടത്തെ സൗണ്ട് ഉണ്ടല്ലോ, നമ്മുടെ അടുത്ത് കാണിക്കാറില്ല കേട്ടാ. ഇല്ല, വീട്ടിൽ തന്നെ ഞാൻ നമ്മള് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ആളുകളെ കെട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കുമ്പോ ഞാൻ ഓരോ സൗണ്ട് MS തൃപ്പൂണിത്തുറ ജനാർദ്ദനൻ ഇങ്ങനെ അത് മോന്റെ അടുത്ത് കാര്യങ്ങൾ മോനാകുമ്പൊന്നും പറയൂല്ലോ. അല്ല, പക്ഷെ ഞാനൊക്കെ ആസ്വദിച്ചിട്ടുണ്ട് മിമിക്രി ഒക്കെ. ഈ സൈനുദ്ദീൻ ഒരേ സമയം എന്റെയും എന്റെ ജ്യേഷ്ഠന്റെയും കൂട്ടുകാരനായിരുന്നു. എന്റെ ജ്യേഷ്ഠന്റെ ജ്യേഷ്ഠനാണ് ഷറഫ് എന്ന് പറയുന്നത്. പുള്ളിയായിട്ടും വലിയ ഫ്രണ്ട്ഷിപ്പായിരുന്നു. എപ്പോഴും സൈനുദ്ദീനെ വീട്ടിൽ പോവും. ഷറഫക്ക ഞങ്ങൾ പൂക്കാക്കാന്ന് വിളിക്കുന്നത്. പൂക്ക ഇപ്പോഴും സൈനുദ്ദീന്റെ തമാശകൾ പറയും. എപ്പോഴും മറ്റേ പ്രേതത്തിന് ഇഷ്ടമല്ല എന്ന് പറയുന്ന സാധനമൊക്കെ ഇല്ലേ. ഇവിടെ ഒരാളെ നമ്മൾ ഓർക്കുന്ന എപ്പിസോഡ് വരുമ്പോൾ പലപ്പോഴും അയാളുമായി വലിയ സൗഹൃദമുള്ള ആൾക്കാരെയാണ് വിളിക്കുന്നത്. നിങ്ങളിപ്പോ പറയുന്ന കഥ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിക്കുന്ന സൗഹൃദം ഉണ്ട് അതിനകത്ത്. ഇതൊക്കെ എന്ത് തരം സൈനുമായിട്ട് ബന്ധപ്പെട്ട കഥയൊക്കെ തന്നെയാണ് എല്ലാം. അതെ അതെ അതെ. ഒപ്പം സിനിലെ ഈ ഇപ്പം സ്കൂളില് സ്റ്റാർ കിഡാണ്, അതിൻ്റെതായ ഗുണങ്ങളുണ്ടെന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലൊരു കാര്യം, നമുക്ക് ഏതെങ്കിലും സിനിമാടനെ കാണുക എന്ന് പറയുന്നതാണ് ഒരു വലിയ ഭാഗ്യം. അപ്പം സിനിലിനെ സംബന്ധിച്ച് സിനിലിന്റെ ഒരു ഓർമ്മയുള്ള കാലങ്ങളിൽ ഈ ഒരു വലിയ ബന്ധം വെച്ചുകൊണ്ട് വീട്ടില് വേറെ നടന്മാർ വരികയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് അച്ഛന്റെ പരിചയത്തിലൊക്കെ? അയ്യോ, പിന്നെ ഒട്ടുമിക്ക നടന്മാരും വന്നിട്ടുണ്ട്. ഇപ്പം ആദ്യം ഓർക്കണത്, പിന്നെ ഷൂട്ട് വീടിന് തൊട്ടടുത്തൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മുടെ അഞ്ചുമന ക്ഷേത്രം, മറ്റേ പുതുക്കോട്ടയിലെ പുതുമളവാളൻ, അതിൽ ഡാഡി മറ്റേ ഉന്നം. എടാ, പോലീസ് ആദ്യം വേണ്ടത് ഉന്നമാണ്, മനസ്സിലായി? മറന്ന് തെന്നി പറഞ്ഞ കവികൾ വരെ അതിനെ കുറിച്ച് പാടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങള് സ്കൂൾ വിട്ട് തിരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡാഡി പോലീസിന്റെ കോസ്റ്റ്യൂമില്, ഇവിടെ ആരാടാ പഠിക്കാത്തത് ഇതൊക്കെ ചോദിച്ചോണ്ട്, സത്യമുള്ള നീയാണോ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ കോസ്റ്റ്യൂമിലൊക്കെ ഡാഡി കസ്റ്റംസിന്റെ ഓഫീസിൽ അന്നാണ് കസ്റ്റംസ് ഡയറിയുടെ മൂവിയുടെ ആ സമയത്താണ് ബാബു ആന്റണി വീട്ടിൽ വന്ന. അന്ന് ബാബു ആന്റണി കത്തി നിക്കാണ്. അങ്ങനെ ബാബുവാൻ വീട്ടിൽ വന്നപ്പോ ഞാനും ഞെട്ടിക്ക. നേരിട്ട് യേശു ക്രിസ്തുവിനെ കണ്ട പോലത്തെ ഒരു ഹൈറ്റ്, ഇതൊക്കെ. അപ്പൊ വീട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യം ചോദിക്കണം, ഇവിടെ തൊടാൻ പറ്റുമോ? ഹൈറ്റ് ഉള്ളതുകൊണ്ട്. ഇതുപോലെ ഹൈറ്റ് ഉള്ള ഒരാള് വീട്ടിൽ വന്നിട്ടുണ്ട്, ക്യാപ്റ്റൻ രാജു. അത് തന്നെ, ക്യാപ്റ്റൻ രാജു വീട്ടിൽ വന്നു. ഡാഡി വീട് വെച്ചിട്ട് അധികം നാളായിട്ടില്ല, പുതിയ വീട് വെച്ചേക്ക്. അപ്പം ഇതാണ് ഡ്രോയിങ് റൂം, ഇത് ഡൈനിങ് ഹാള്, ഇത് കിച്ചൺ, ഇതാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂമിൽ വന്നപ്പോൾ അന്നത്തെ കാലത്ത് AC എന്ന് പറഞ്ഞാൽ വിൻഡോ AC ആണ്, വിൻഡോ. അപ്പൊ അവിടെ അടുത്ത് വന്ന് നിന്നിട്ട് ക്യാപ്റ്റൻ രാജു പറഞ്ഞു, സൈനുദ്ദീനെ ഈ AC-യുടെ മുന്നിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് അന്ന് അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് അറിയണത്. ഈ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്താ നല്ല കൂളിംഗ് ആയിരിക്കും. അപ്പോഴാണ് അല്ല, ഇത് നമ്മൾ ആദ്യമായിട്ടുള്ള കാണുന്നത്, ഇതിന് വേണ്ടി ഗ്യാപ്പ് ഉണ്ട്, നിങ്ങൾക്ക് കാണൂല. ഞങ്ങളെല്ലാരും ഇത്രേ ഉള്ളൂ. ഹൈറ്റ് ഉള്ളതുകൊണ്ട് കാണുന്നത്. ഇത്രയും പൊക്കമുള്ള ഒരാൾ ആദ്യമായിട്ട്. അതുപോലെ അനീഫ്കയായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു. അതുപോലെ തന്നെ അനീഫ്കയുടെ മാരേജ് കഴിഞ്ഞപ്പോ ഒരു പാർട്ടി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. ഓർമ്മയുണ്ടോ ആ ദിവസം? അനീഫങ്ങളും വൈഫും വീട്ടില് കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ, അതല്ല ഞാനായിരുന്നു. നീ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു. അല്ല, പുറത്തുനിന്ന് ഇവരുടെ വീട്ടില് ഗസ്റ്റായിട്ട് വരുന്നത് അനീഫ്കയും വൈഫും, നീ കൂടെ വരണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും കൂടെ പോയിരുന്നു. അങ്ങനെ അന്ന് ഒരുപാട് തമാശകളിരുന്നു. പുള്ളി ചിരിയുടെ ആളാണല്ലോ. കാരണം ഈ സൈനുദ്ദീൻ എന്ത് പറഞ്ഞാലും പുള്ളി ഇങ്ങ് ചിരിക്കും. പുള്ളി ഇത്രയധികം ചിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. ഒരു ചിരിയാണ്.